ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ അതാ ഒരു കപ്പ് റവ കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം നമുക്ക് തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്നും തയ്യാറാക്കിയാൽ പിന്നെ എപ്പോഴും നിങ്ങളിത് തയ്യാറാക്കാൻ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വറുത്ത റവയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം വറുക്കാത്ത റവ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കതൊന്ന് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാമേ. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൈ തൊടാൻ കണക്കിന് ഒന്ന് ചൂടൊന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. കാച്ചി ആറിയ പാലാണ് കേട്ടോ. ആറിയെന്ന് വെച്ചാൽ നല്ല ചൂടാറണ്ട, ചെറിയൊരു ചൂട് അതിലും നിന്നോട്ടെ കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ പുട്ടിനൊക്കെ ഒന്ന് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ കുറച്ച് മതി, കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്ത് അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിനെ കുറേശ്ശെ പാലൊഴിച്ച് നമുക്ക് ആ ഒരു പുട്ടിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ കയ്യിലെടുത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങനെ നിൽക്കണം കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവ് പാൽ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അത്രയും ആവശ്യമായിട്ട് വരില്ല കേട്ടോ. നമുക്ക് അത് കണക്കാക്കി കുറേശ്ശെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതിയാവുകയെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുതിർന്നിരിക്കണം കേട്ടോ. കാരണം നമ്മളിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഈ റവയിൽ എല്ലാം വെള്ളമൊക്കെ ആ പാലൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പോലെ തന്നെ ഇരിപ്പുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ പാലെല്ലാം നല്ലോണം ആ റവയിലോട്ട് അങ്ങ് പിടിച്ച് റെഡിയായിരിക്കേ. അപ്പോൾ അതാ 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, വെള്ളമെല്ലാം നല്ലോണം അതിലോട്ട് അങ്ങ് പിടിച്ച് റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. ഒരു തരി വെള്ളം പോലും ഇല്ലാതെ, കാരണം പാലെല്ലാം നല്ലോണം അതിലോട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു 3-4 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റവ കംപ്ലീറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാമേ. ഏലക്കയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അപ്പോഴത്തേക്ക് ഈ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ലോണം ആ കട്ടകളൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് ഇലക്കയൊക്കെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡലി തട്ടിലേക്ക് നമുക്കിതങ്ങ് തട്ടിക്കൊടുക്കാം കേട്ടോ. തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് വച്ച് ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ചതിന് ശേഷം നമുക്കിതങ്ങ് വേവിക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാമേ. അതായത് ഇഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോഴത്തേക്കും റവയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ടല്ലോ, റവയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം. നമ്മൾ ഇഡലി പാത്രത്തിലോട്ട് വെച്ചതുകൊണ്ട് തന്നെ ഇഡലി ഇളക്കുന്നത് പോലെ നമുക്കങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ തന്നെ പൊടിയായിട്ട് നമുക്കതങ്ങ് ഉടഞ്ഞു കിട്ടുമേ. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ.
നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് റവയാണെന്നേ തോന്നില്ല കേട്ടോ. ആ ഒരു തരത്തിൽ ഇതെല്ലാം നല്ലോണം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. കാരണം നല്ല പൊടി പൊടിയാന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എത്രത്തോളം ആഡ് ചെയ്താലും അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കൈപ്പിടി അളവ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കിസ്മിസോ കാഷ്യൂനട്ടോ എന്ത് കയ്യിലുണ്ടോ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്ത് നട്ട്സ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കിസ്മിസ് ഇരുന്നതിന് ജസ്റ്റ് കുറച്ച് കാഷ്യൂനട്ട് ഇരുന്നതിന് ജസ്റ്റ് ഒന്ന് വറുത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കിസ്മിസ് ഉണ്ടെങ്കിലും അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ഈ റവയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയും മധുരം ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി അഥവാ മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കിയിട്ട് മധുരം പോരാൻ തോന്നിയാൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ആ റവയിൽ ആ ചെറിയൊരു ചൂട് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഈ ശർക്കരയൊക്കെ നല്ലോണം അതിലോട്ട് അന്ന് പിടിച്ച് കിട്ടുകയും നെയ്യൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സ്നാക്സ് ആയിട്ടും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. താങ്ക്